ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ +1 ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പ്ലാന്റ് കിങ്ഡം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്ലാന്റ് കിങ്ഡം അതിൻ്റെ ആ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ കിങ്ഡം പ്ലാന്റ്, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി കിങ്ഡം പ്ലാന്റയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് രണ്ട് മെയിനായിട്ടുള്ള ഒരു കേസസിലാണ്. എങ്ങനെയാണ്? ഒന്ന്, ഒരു വെൽ ഡിഫറൻഷ്യേറ്റഡ് അല്ലാത്ത പ്ലാന്റ് അങ്ങനായിട്ടും, പിന്നെ പ്ലാന്റ് ബോഡി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. കിങ്ഡം പ്ലാന്റയെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പ്ലാന്റ് ബോഡി ഈസ് നോട്ട് വെൽ ഡിഫറൻഷ്യേറ്റഡ്, അതായത് ആ ഒരു പ്ലാന്റ് ബോഡി വെൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാത്ത ഒരു വിഭാഗവും, പിന്നെ പ്ലാന്റ് ബോഡി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്ലാന്റ് ബോഡി അങ്ങനെയുള്ള പ്ലാന്റിനെയും ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വെൽ ഡിഫറൻഷ്യേറ്റഡ് അല്ലാത്ത അത്തരത്തിലുള്ള പ്ലാന്റാണ് അത്തരത്തിലുള്ള പ്ലാന്റ് വിഭാഗത്തിൽ പെടുന്നതാണ് താലോഫൈറ്റ്. ഓക്കെ, അപ്പോൾ താലോഫൈറ്റിൽ ഉൾപ്പെടുന്നതാണ് ഏത്? ആൽഗെ. ദെൻ പ്ലാന്റ് ബോഡി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ളത് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ഒരു പ്ലാന്റ് ബോഡി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ളതിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പ്ലാന്റ് ഡു നോട്ട് പോസസ് വാസ്കുലാർ ടിഷ്യൂ, അതായത് വാസ്കുലാർ ടിഷ്യൂ ഇല്ലാത്ത പ്ലാന്റ്സ് ആയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഉൾപ്പെടുന്നതാണ് ബ്രയോഫൈറ്റ്. അപ്പോൾ എന്താണ് ഈ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്? നമുക്കറിയാം, സംവഹന കലകളെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ ഈ സൈലവും ഫ്ലോയവും ഇല്ലാത്ത ആ ഒരു പ്ലാന്റാണ്, ആ പ്ലാന്റ് കാറ്റഗറിയാണ് ഏത്? ബ്രയോഫൈറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോന്നും നമ്മൾ ഇനി പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ആ ഒരു വാസ്കുലാർ ടിഷ്യൂ പ്രസൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് സൈലവും ഫ്ലോയും പ്രസൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? പ്ലാന്റ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് സീഡ്സ്, അതായത് വിത്ത് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ്സ് എന്നും, പിന്നെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ്, അതായത് വിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ്സ് എന്നും, ഇങ്ങനെ രണ്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റിനെ പറയുന്നതാണ് എന്ത്? ടെറിഡോഫൈറ്റ്. ഓക്കെ, അത്തരത്തിലുള്ള പ്ലാന്റ്സ് എന്താണ് പറയുന്നത്? ടെറിഡോഫൈറ്റ്. ദെൻ പ്ലാന്റ് അതായത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് എങ്ങനെ വീണ്ടും എന്തായിട്ടുണ്ട്? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? പ്ലാന്റ് ബിയർ നേക്കഡ് സീഡ്സ് ആൻഡ് പ്ലാന്റ് ബിയർ സീഡ്സ് ഇൻസൈഡ് ഫ്രൂട്ട്സ്, അതായത് പുറമേക്ക് സീഡ് കാണപ്പെടുന്ന പ്ലാന്റ്സ്, അത്തരത്തിലുള്ള പ്ലാന്റ്സ് എന്നും, പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ സീഡ്സ് കാണപ്പെടുന്നതിനെ അത്തരത്തിലുള്ള പ്ലാന്റ്സിനെയും എന്തായിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ട്. അതായത് നേക്കഡ് സീഡ്സ് ഉള്ള അത്തരത്തിലുള്ള പ്ലാന്റ്സിനെ ജിംനോസ്പേംസ് എന്നും, പിന്നെ ഇൻസൈഡ് സീഡ്സ് ഫ്രൂട്ട്സിൻ്റെ ഇൻസൈഡിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിനെ ആൻജിയോസ്പേംസും എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കിങ്ഡം പ്ലാന്റയെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയുടെ ബോഡി എങ്ങനെയാണ്? പ്ലാന്റ് ബോഡിയുടെ ആ ഒരു കേസിൽ അല്ലേ, അതായത് വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ളതാണോ എന്നുള്ളതും ഡിഫറൻഷ്യേറ്റഡ് അല്ലാത്തതാണോ എന്നുള്ളതും നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാസ്കുലാർ ടിഷ്യൂ പ്രസൻ്റ് ആണോ എന്നുള്ളതും വാസ്കുലാർ ടിഷ്യൂ ആബ്സെൻ്റ് ആണോ എന്നുള്ളതും അങ്ങനെയും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ്സ് എന്നും അങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കിങ്ഡം പ്ലാന്റ് മെയിനായിട്ട് എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ താലോഫൈറ്റിനെ നമ്മൾ കോമൺ ആയിട്ട് പറയും നമ്മളെന്ത്? ആൽഗെ എന്നും കൂടെ നമ്മൾ പറയും. ദെൻ ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എന്താണ് എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പഠിക്കാം.
സോ ഫസ്റ്റ് വൺ ആൽഗെ, അതായത് പ്ലാൻ കിങ്ഡത്തിൽ ഫസ്റ്റ് വരുന്ന ആ ഒരു കാറ്റഗറി, അതായത് താലോഫൈറ്റിൽ വരുന്ന ആ ഒരു ഗ്രൂപ്പാണ് ഏത്? ആൽഗെ. എന്താണ് ആൽഗയുടെ ആ ഫീച്ചേഴ്സ്? ആൽഗെ ആർ ക്ലോറോഫിൽ ബിയറിംഗ് സിമ്പിൾ താലോയിഡ് ഓർഗാനിസം. ഓക്കെ, അപ്പോൾ താലോയിഡ് അല്ലെങ്കിൽ താലോഫൈറ്റ് ഓർഗാനിസം ആണ് എന്ത്? ആൽഗെ. ഈ ആൽഗയ്ക്ക് എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട്. എന്താണ് ക്ലോറോഫിൽ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഹരിതകണം അല്ലേ? അപ്പോൾ ഹരിതകണമുള്ള ആ ഒരു സിമ്പിൾ താലോയിഡ് ഓർഗാനിസത്തെ പറയുന്നതാണ് എന്ത്? ആൽഗെ. അപ്പോൾ നമുക്കറിയാം കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ളൊരു ബോഡി, പ്ലാൻ ബോഡി ഇല്ലാത്തതാണ് എന്ത്? താലോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ താലോഫൈറ്റിൽ വരുന്നതാണ് ആൽഗെ. അപ്പോൾ ആൽഗെ എങ്ങനെയുള്ളതാണ്? ക്ലോറോഫിൽ ബിയറിംഗ് ആണ്. ഓക്കെ, ദേ ആർ യൂഷ്വലി അക്വാട്ടിക്. അപ്പോൾ ആൽഗകളൊക്കെ എങ്ങനെയുള്ളതാണ്? അക്വാട്ടിക് ആണ്, അതായത് ജലത്തിൽ വളരുന്നവയാണ് എന്ത്? ആൽഗെ. അപ്പോൾ ആൽഗയുടെ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? അക്വാട്ടിക് ഹാബിറ്റാറ്റ് ആണ്. ദെൻ ദ ആൽഗെ ഇൻക്ലൂഡ് യൂണിസെല്ലുലാർ, കൊളോണിയൽ, ഫിലമെൻറ്റസ് ഓർ ലാർജ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഈ ആൽഗെ ഗ്രൂപ്പിൽ എങ്ങനെയുള്ളതൊക്കെ ഉണ്ട്? യൂണിസെല്ലുലാർ അല്ലെങ്കിൽ ഒരു കോശമുള്ളതും, പിന്നെ കൊളോണിയലായിട്ട് അതായത് കൂട്ടമായിട്ട് വളരുന്ന ആൽഗകൾ, അങ്ങനെയുള്ള ആൽഗകളുണ്ട്. ദെൻ ഫിലമെൻറ്റസ്, അതായത് റിബൺ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആൽഗകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, അതായത് ഒന്നിൽ കൂടുതൽ സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങളുള്ള ഓർഗാനിസവും ഇതിൽ പെടുന്നുണ്ട്? ആൽഗയിൽ പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൽഗയിൽ ഏതൊക്കെ പെടുന്നു? യൂണിസെല്ലുലാർ, കൊളോണിയൽ, ഫിലമെൻറ്റസ് ഓർ ലാർജ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അതിൽ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ്, അതായത് യൂണിസെല്ലുലാർ ആൽഗയ്ക്ക് എക്സാമ്പിളാണ് ക്ലാമിഡോമോണാസ് ക്ലോറല്ല. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ആൽഗയ്ക്ക് എക്സാമ്പിളാണ് ക്ലാമിഡോമോണാസ് ക്ലോറല്ല. അപ്പോൾ ഇതിൽ ഓരോ പേരുകളും ഓരോ ആൽഗയുടെയും പേരുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ കൊളോണിയൽ, അതായത് കൂട്ടമായിട്ട് ഗ്രൂപ്പായിട്ട് വളരുന്ന ആൽഗയ്ക്ക് ഉള്ള എക്സാമ്പിളാണ് വോൾവോക്സ്. ഓക്കെ, ദെൻ ഫിലമെൻറ്റസ്, അതായത് റിബൺ ഷേപ്പ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ആൽഗയ്ക്ക് പറയുന്നതാണ് എന്ത്? ഫിലമെൻറ്റസ് എന്നുള്ളത്. ഏതൊക്കെയാണ്? സ്പൈറോഗൈറ, യുലോട്രിക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചർ വാസ്കുലർ ടിഷ്യൂ ഈസ് ആബ്സെൻറ്റ്. അതായത് വാസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ സൈലവും ഫ്ലോയവും എന്തിൽ ആബ്സെൻ്റ് ആണ്? ആൽഗയിൽ ആബ്സെൻ്റ് ആണ്. ദേ റിപ്രൊഡ്യൂസ് വെജിറ്റേറ്റീവ്ലി, അസെക്ഷലി ആൻഡ് സെക്ഷലി. അപ്പോൾ ഇവരുടെ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ്ലി ആയിട്ടുള്ള റിപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷലി ആയിട്ടുള്ള റിപ്രൊഡക്ഷൻ ഉണ്ട്, ദെൻ സെക്ഷലി ആയിട്ടുള്ള റിപ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള റിപ്രൊഡക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് ആൻഡ് അസെക്ഷലി, ദെൻ സെക്ഷലി. ഓക്കെ, അതിന് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ വഴിയായിട്ടാണ് എന്ത് നടക്കുന്നത്? വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ എന്നുള്ളത് അതിന് മലയാള പദം എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കായിക പ്രജനനം. ഓക്കെ, അപ്പോൾ ആ ഒരു വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. അതായത് നമുക്കറിയാം ഫ്രാഗ്മെൻറ്റേഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മൾ ഓരോ പീസായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് എന്ത്? ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. ഓക്കെ, അതിന് ഓരോ ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യും? ഓരോ താലസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഓർഗാനിസം അല്ലെങ്കിൽ ഓരോ ആൽഗയായിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. ഓരോ ഫ്രാഗ്മെൻറ്റും എന്തായി മാറുന്നുണ്ട്? താലസ് ആയിട്ട് ഇവിടെ മാറുന്നുണ്ട്. അതാണ് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ. ഇനി ആൽഗയുടെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ എങ്ങനെയാണ്? അതായത് അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് സൂസ്പോർസ്, അതായത് മോസ്റ്റ് കോമൺ ആയിട്ട് ഏതാണ്? സൂസ്പോർസ്. ദേ ആർ ഫ്ലജെല്ലേറ്റഡ്, അതായത് ആ ഒരു സൂസ്പോർസ് എന്താണ്? മോട്ടൈലാണ്, അതായത് മൂവ് ചെയ്യാൻ, ചലിക്കാൻ കഴിവുള്ള സൂസ്പോർസ് ആണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? അത് ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു
പ്ലാന്റ് അല്ലെങ്കിൽ പുതിയൊരു ആൽഗയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സ്പോറാണ് ഏത്? സൂസ്പോർ. ഓക്കെ, അപ്പോൾ ഈ സൂസ്പോർ എങ്ങനെയുള്ളതാണ്? മോട്ടയിലാണ്, അതായത് ഫ്ലജല്ലേറ്റഡ്, അതായത് ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, ആ ഫ്ലജല്ല എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, അതായത് മോട്ടയിലാണ്. ഓക്കെ, പിന്നെ ഈ ഓരോ സൂസ്പോർസും എന്ത് ചെയ്യുന്നുണ്ട്? ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ പുതിയ ഒരു ആൽഗയായിട്ട് ഇവിടെ മാറുന്നുണ്ട്. ഇനി സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് നമുക്കറിയാം, സാധാ 2 ഗ്യാമേറ്റ് വഴിയാണ്. അതായത് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതിൽ പലതരത്തിലുള്ള ഗ്യാമേറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഐസോഗ്യാമസ്, ദെൻ അനൈസോഗ്യാമസ്, പിന്നെ ഗ്യാമസ്. ഓക്കെ, അപ്പോൾ ആ പിക്ചറിൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഐസോഗ്യാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഐസോഗ്യാമിയിൽ ഉൾപ്പെടുന്ന ഗ്യാമേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവർ സെയിം സൈസ് ആയിരിക്കും. ഓക്കെ, ദീസ് ഗ്യാമേറ്റ്സ് ക്യാൻ ബി ഫ്ലജല്ലേറ്റഡ് ആൻഡ് സിമിലർ ഇൻ സൈസ് ഓർ ഫ്ലജല്ലേറ്റഡ് ബട്ട് സിമിലർ ഇൻ സൈസ്. ഓക്കെ, അതായത് ഇത്തരത്തിലുള്ള ഗ്യാമേറ്റ്സ് എങ്ങനെയുള്ളതാണ്? അവർക്ക് ഫ്ലജല്ല ഉണ്ടായിരിക്കും. 2 മെയിൽ ഗ്യാമേറ്റിനും ഫീമെയിൽ ഗ്യാമേറ്റിനും എന്തുണ്ട്? ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, ആ 2 നാല് പോലെ കാണുന്നത് എന്താണ്? ഫ്ലജല്ലയാണ്. അപ്പോൾ മെയിൽ ഗ്യാമേറ്റ്സിനും ഫീമെയിൽ ഗ്യാമേറ്റിനും എന്തുണ്ട്? ഫ്ലജല്ല ഉണ്ട്, അതായത് അവർക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെ അത്തരത്തിലുള്ള റിപ്രൊഡക്ഷൻ ഐസോഗ്യാമി അല്ലെങ്കിൽ ഐസോഗ്യാമസ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സ് തമ്മിൽ റിപ്രൊഡക്ഷൻ നടക്കുന്നതിനെ പറയുന്നതാണ് എന്ത്? ഐസോഗ്യാമസ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് അനൈസോഗ്യാമസ്? അതായത് 2 ഗ്യാമേറ്റ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അതായത് 2 ഗ്യാമേറ്റ്സ് ഡിസിമിലർ ഇൻ സൈസ്. അതായത് ഡിസിമിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഗ്യാമേറ്റ്സിന് ഒരേപോലെയുള്ള സൈസ് അല്ല. ഓക്കെ, അതാണെന്ത്? അനൈസോഗ്യാമസ് എന്ന് പറയുന്നത്. അപ്പോൾ സം സ്പീഷീസ്, അതായത് ക്ലാമിഡോമോണസിലൊക്കെ എങ്ങനെയുള്ളതാണ്? അനൈസോഗ്യാമസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പീഷീസ് ആയിട്ടുള്ള ക്ലാമിഡോമോണസിൽ നടക്കുന്ന സെക്ഷൽ റിപ്രൊഡക്ഷനുള്ള ഗ്യാമേറ്റ്സ് എങ്ങനെയുള്ളതാണ്? അനൈസോഗ്യാമസ് ആണ്, അതായത് അനൈസോഗ്യാമി. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഊഗമി, അതായത് ഊഗ്യാമസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? 2 ഇതായിട്ടുള്ള 2 ഗ്യാമേറ്റ് ആണ്, അതായത് ഫീമെയിൽ ഗ്യാമേറ്റും മെയിൽ ഗ്യാമേറ്റും ഉണ്ടായിരിക്കും. ഇതെങ്ങനെയുള്ളതാണ്? നോൺ മോട്ടൈൽ, അതായത് ഒരു ഗ്യാമേറ്റ് ചലിക്കാനുള്ള കഴിവില്ല, അതായത് സ്റ്റാറ്റിക് ആയിരിക്കും. ഓക്കെ, അത് സ്മോൾ ആയിരിക്കും. പിന്നെ മെയിൽ എങ്ങനെയുള്ളതായിരിക്കും? മോട്ടൈലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീമെയിൽ ഗ്യാമേറ്റ് അവർക്ക് ചലിക്കാനുള്ള കഴിവില്ല, അതെങ്ങനെയുള്ളതാണ്? സ്മോളർ ആയിരിക്കും. ദെൻ മെയിൽ ഗ്യാമേറ്റ് എങ്ങനെയുള്ളതാണ്? ചലിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ ഇവ രണ്ടും തമ്മിലുള്ള ഫ്യൂഷനാണ് എന്ത്? ഊഗ്യാമസ്. അതിനുള്ള എക്സാമ്പിളാണ് വോൾവോക്സും ഫ്യൂക്കസും. ഓക്കെ, നെക്സ്റ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ, അതായത് ആൽഗയുടെ സാമ്പത്തികമായിട്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദേ ആർ മേജർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഫിക്സ് അബൌട്ട് 50% കാർബൺ ഡൈ ഓക്സൈഡ് ഓൺ എർത്ത്. ഓക്കെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് എന്ത്? ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ ഗിവിങ് ഫുഡ് ടു അനിമൽസ്, അതായത് അനിമൽസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യും ആൽഗെ. ചില ആൽഗകളൊക്കെ എന്താ നമുക്ക് കഴിക്കാൻ, അനിമൽസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആൽഗകളൊക്കെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യും. ദെൻ മെനി സ്പീഷീസ് ലൈക്ക് പോർഫൈറ, ലാമിനാരിയ, സർഗാസം ആർ എഡിബിൾ, അതായത് ചില സ്പീഷീസ് ഉണ്ട്, ഈ ആൽഗയിൽ പെടുന്ന ചില സ്പീഷീസ് ഉണ്ട്. ഏതൊക്കെയാണ്? പോർഫൈറ, ലാമിനാരിയ, സർഗാസം. ഇത്തരത്തിലുള്ള ആൽഗകളൊക്കെ എങ്ങനെയുള്ളതാണ്? എഡിബിൾ ആണ്. എന്താണ് എഡിബിള്? ഭക്ഷ്യയോഗ്യമാണ്, അതായത് ഭക്ഷിക്കാൻ കഴിയുന്നതാണ്. ഏതൊക്കെയാണ്? പോർഫൈറ, ലാമിനാരിയ, ദെൻ സർഗാസം ആർ എഡിബിൾ. എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് അഗർ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഗ്രേസിലാരിയ ആൻഡ് ഗ്ലാഡിയം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൊമേഴ്ഷ്യലി ഇൻ ഐസ്ക്രീംസ് ആൻഡ് ജെല്ലി. ഓക്കെ,
അപ്പോൾ ഈ ജെല്ലി മിഠായി ഒക്കെ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ജെല്ലിലേക്ക് സബ്സ്റ്റൻസ് ഒക്കെ ചില ആൽഗകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗ്രേസിലേറിയ ആൻഡ് ഗ്ലാഡിയം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൽഗകളൊക്കെ ഇത്തരത്തിലുള്ള ആൽഗകളിൽ നിന്നും ഈ ഒരു ജെല്ലി പോലെയുള്ള സബ്സ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവ എടുത്തിട്ട് ഇങ്ങനെ ഐസ്ക്രീം, പിന്നെ അതുപോലെ തന്നെ ഈ ജെല്ലി, അങ്ങനത്തെ ജെല്ലി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഈ ഒരു സബ്സ്റ്റൻസ് അതിന് പറയുന്നതാണ് എന്ത്? അഗറൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ. ആൽജിൻ ഒബ്റ്റെയിൻഡ് ഫ്രം ബ്രൗൺ ആൽഗെ ലൈക്ക് ലാമിനാരിയ, ഫ്യൂക്കസ് എക്സെട്ര. അപ്പോൾ ആൽജിൻ എന്നുള്ളത് ഒരു സബ്സ്റ്റൻസ് ആണ്. അത് ഏതിൽ നിന്നാണ്? ബ്രൗൺ ആൽഗയിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് ലാമിനാരിയയിൽ നിന്നും ഫ്യൂക്കസിൽ നിന്നൊക്കെയാണ് ആൽജിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ് ലൈക്ക് ഫാർമസ്യൂട്ടിക്കൽസ്. അതായത് ഫാർമസി അല്ലേ, മരുന്ന്, മെഡിസിനൊക്കെ, ആൻറ്റിബയോട്ടിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആൽഗയിൽ നിന്നൊക്കെ ഈ ഒരു ആൽജിൻ എന്ന സബ്സ്റ്റൻസ് എടുക്കുന്നുണ്ട്. ഓക്കെ. ദ യൂണിസെല്ലുലാർ ആൽഗെ, ക്ലോറല്ല ആൻഡ് സ്പൈറുലിന ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് പ്രോട്ടീൻസ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ സ്പേസ് ട്രാവലേഴ്സ് ആസ് എ ഫുഡ് സപ്ലിമെൻറ്റ്. അപ്പോൾ ഈ സ്പേസിലൊക്കെ യാത്ര ചെയ്യുന്നത് അതായത് ഈ ഒരു ബഹിരാകാശ യാത്രികർക്കൊക്കെ അവിടെ ചെന്ന ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അവർക്ക് ഈ ഒരു ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സാധാ ഒരു ഫുഡ് അവിടെ പോയിട്ട് കഴിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ആൽഗയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും? അവരൊരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയിട്ട് അവിടെ പോയിട്ട് കഴിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു ആൽഗ പ്രോട്ടീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ആൽഗകളൊക്കെ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൽഗക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്ലോറല്ലയും സ്പൈറുലിനയും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ, അതായത് ആൽഗയുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രാധാന്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ആൽഗെ, അതായത് ആൽഗയെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൽഗെ ആർ ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ക്ലാസ്സസ് ബേസ്ഡ് ഓൺ പിഗ്മെൻറ്റേഷൻ, സ്റ്റോറേജ്, ഫുഡ് ആൻഡ് ഫ്ലജല്ലേഷൻ. ദ മെയിൻ ക്ലാസ്സസ് ആർ ഫോളോവിങ്. അതായത് ആൽഗയെ വീണ്ടും വേരിയസ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? പിഗ്മെൻറ്റേഷൻ, അതായത് അവയുടെ നിറം, പിന്നെ അതുപോലെ തന്നെ സ്റ്റോർഡ് ഫുഡ്, അവ എന്ത് ഫുഡാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ ഫ്ലജല്ലേഷൻ, ആ ഒരു ഫ്ലജല്ല ഉണ്ടോ ഇല്ലേ അതിൻ്റെ ആ ഒരു ബേസിസിലും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്ലാസ്സസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാറ്റഗറിയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സാണ് ഏത്? ക്ലോറോഫൈസിയെ. ക്ലോറോഫൈസിയ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗകൾ ഉൾപ്പെടുന്ന ക്ലാസ് ആണ് എന്ത്? ക്ലോറോഫൈസിയ. ഇനി അതിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ക്ലോറോഫൈസിയയുടെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ പ്ലാന്റ് ബോഡി മേ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. ദ ഡോമിനൻറ്റ് ഗ്രീൻ പിഗ്മെൻറ്റ്സ് ആർ ക്ലോറോഫിൽ എ ആൻഡ് ബി. അതായത് ഇവിടെ പറയുന്നത് ഈ ഒരു ആൽഗയിൽ, അതായത് ക്ലോറോഫൈസയിൽ പെടുന്ന ആൽഗ എങ്ങനെയാണ്? അവരുടെ ബോഡി യൂണിസെല്ലുലാർ ആയിരിക്കും, അതായത് ഏകകോശമായിരിക്കും. ദെൻ കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്, ഒന്നെങ്കിൽ കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഫിലമെൻറ്റസ് ആയിട്ട് ഒരു റിബൺ ലൈക്ക് സ്ട്രക്ചർ, നീണ്ട അങ്ങനെയുള്ളൊക്കെ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ. പിന്നെ അവർക്കുള്ള ഡോമിനൻ്റ് ആയിട്ട് രണ്ട് ഗ്രീൻ പിഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും. ഓക്കെ. അതാണ് ക്ലോറോഫൈസയിൽ ഉൾപ്പെടുന്ന ഗ്രീൻ ആൽഗയുടെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ദ ക്ലോറോപ്ലാസ്റ്റ് മേ ബി ഡിസ്കോയിഡ്, പ്ലേറ്റ് ലൈക്ക്, റെറ്റിക്കുലേറ്റ്, കപ്പ് ഷേപ്പഡ്, സ്പൈറൽ ഓർ റിബൺ ഷേപ്പഡ് ഇൻ ഡിഫറെൻറ്റ് സ്പീഷീസ്. അപ്പോൾ ഇതിൽ ഈ ക്ലോറോഫൈസിയ എന്ന ആൽഗയിൽ ഉൾപ്പെടുന്നതിൻ്റെ ക്ലോറോപ്ലാസ്റ്റ് ഏതാണ്? അവിടെ സ്ട്രക്ചർ ഡിസ്കോയിഡ് ആയിരിക്കും, പിന്നെ ഡിസ്ക് ഷേപ്പ്ഡ്, ദെൻ പ്ലേറ്റ് ലൈക്ക്, പിന്നെ റെറ്റിക്കുലേറ്റ്, ദെൻ കപ്പ് ഷേപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഷേപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ. ദ സ്റ്റോറേജ് ബോഡി ഈസ് കോൾഡ് പൈറിനോയിഡ്, ലൊക്കേറ്റഡ് ഇൻ ദി ക്ലോറോപ്ലാസ്റ്റ്.
പൈറിനോയിഡ്സ് കണ്ടെയ്ൻ പ്രോട്ടീൻ ബിസൈഡ്സ് സ്റ്റാർച്ച്. ഓക്കെ, അതായത് ഈ ഒരു ഇതിൽ സ്റ്റോറേജ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? പൈറിനോയിഡ് ആണ്. അതായത് ക്ലോറോഫൈസയുടെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് എന്ത്? പൈറിനോയിഡ്. ഓക്കെ, അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ക്ലോറോപ്ലാസ്റ്റിലാണ്, അതായത് ഹരിതകണത്തിലാണ്. ഇനി ഈ ഒരു പൈറിനോയിഡ്സിൽ എന്താണുള്ളത്? പ്രോട്ടീൻ ബിസൈഡ്സ് സ്റ്റാർച്ച്. ഓക്കെ, അതായത് പ്രോട്ടീനും സ്റ്റാർച്ചും ആണ് ഈ ഒരു പൈറിനോയിഡ്സിൽ ഉൾപ്പെടുന്നത്. ഗ്രീൻ ആൽഗെ ഹാവ് എ റിജിഡ് സെൽ വാൾ made of an inner layer of cellulose and an outer layer of pectose. അതായത് ഗ്രീൻ ആൽഗയ്ക്ക് ഒരു റിജിഡ് ആയിട്ടുള്ള, അതായത് നല്ല കട്ടിയുള്ള സെൽ വാൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നർ ലെയർ കൊണ്ടാണ്. ഒരു ഇന്നർ ലെയർ ഉണ്ടാവും. ആ ഇന്നർ ലെയർ എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ ഒരു ഔട്ടർ ലെയർ ഉണ്ടായിരിക്കും. ആ ഔട്ടർ ലെയർ മേഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതുകൊണ്ടാണ്? പെക്ടോസ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ആൽഗെ അതിൻ്റെ സെൽവോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് റിജിഡ് ആയിരിക്കും, നല്ല കട്ടിയുള്ളതായിരിക്കും. പിന്നെ 2 ലെയർ കൊണ്ടാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നർ ലെയർ സെല്ലുലോസ് കൊണ്ടും ഔട്ടർ ലെയർ പെക്ടോസ് കൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു ക്ലോറോഫൈസയിൽ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? ഒരു ഫ്ലജല്ലേറ്റഡ് സൂസ്പോർസ് ഉണ്ടായിരിക്കും. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സൂസ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? മുന്നേ പഠിച്ചു ഗ്യാമേറ്റ്സുകൾ അല്ലേ? ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ് ഓർ ഊഗ്യാമസ്. അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് 3 ടൈപ്പായിട്ടുണ്ട്. ഐസോഗ്യാമസും അനൈസോഗ്യാമസും ദെൻ ഊഗ്യാമസും. ഓക്കെ, അങ്ങനെ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴി. അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നത് സൂസ്പോർസ് ആണ്. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സൂസ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ സെക്ഷൽ റിപ്രൊഡക്ഷൻ 3 തരത്തിലുണ്ട്. ഐസോഗ്യാമസും അനൈസോഗ്യാമസും പിന്നെ ഊഗ്യാമസും. അപ്പോൾ ക്ലോറോഫൈസിയെ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇതൊക്കെ പറഞ്ഞത്. എന്തൊക്കെയാണ് അവ? ക്ലോറോപ്ലാസ്റ്റ് ബിയറിംഗ് ആൽഗയാണ്. പിന്നെ അതിൽ ഉണ്ടാവുന്ന ആ ഒരു സ്റ്റോറേജ് ബോഡിക്ക് പറയുന്ന പേരാണ് എന്ത്? പൈറിനോയിഡ്സ്. ഓക്കെ, ദെൻ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അതായത് ക്ലോറോഫൈസിയെ ഈ ഒരു ഗ്രീൻ ആൽഗയുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ക്ലാമിഡോമോണാസ്, വോൾവോക്സ്, യൂലോത്രിക്സ്, സ്പൈറോഗൈറ ആൻഡ് ചാര. ഓക്കെ, അപ്പോൾ ആ ഒരു പിക്ചറിൽ നോക്കുക. ആ ഒരു പിക്ചർ എ ഏതാണ്? വോൾവോക്സ്. പിന്നെ ക്ലാമിഡോമോണസ് ഫ്ലജല്ല അല്ലേ? ആ ഫ്ലജല്ല ആയിട്ട് കാണുന്ന ആ ഒരു ആൽഗെ അതിനെ പറയുന്നതാണ് എന്ത്? ക്ലാമിഡോമോണസ്. പിന്നെ ഒരു റിബൺ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഇലോങ്ങേറ്റ് ആയിട്ടുള്ള നീളത്തിൽ കാണുന്ന അതിനെ പറയുന്നതാണ് എന്ത്? ചാര. ഓക്കെ, ഇതൊക്കെയാണ് ക്ലോറോഫൈസെ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയുടെ എക്സാമ്പിൾസ്. ഇനി ആൽഗയിൽ വരുന്ന അടുത്തൊരു ക്ലാസ്സാണ് ഏത്? ഫിയോഫൈസിയെ. അതായത് ബ്രൗൺ ആൽഗെ, ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്ന ആൽഗകൾ കാണപ്പെടുന്ന ആ ഒരു ക്ലാസ്സാണ് ഏത്? ഫിയോഫൈസിയെ. ഇനി അതിൻ്റെ ആ ഒരു സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദേ ആർ മെയിൻലി ഫൗണ്ട് ഇൻ മറൈൻ ഹാബിറ്റ്സ്. അതായത് സീയിൽ മറൈൻ ഹാബിറ്റ്സിൽ കാണപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള ആൽഗകളാണ് ഏത്? ഫിയോഫൈസിയെ. ദ സൈസ് ഓഫ് പ്ലാന്റ് ബോഡി റേഞ്ച് ഫ്രം സിമ്പിൾ ബ്രാഞ്ചഡ് ഫിലമെൻറ്റസ് ഫോംസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ളത് സിമ്പിളായിട്ട് ബ്രാഞ്ച് ഉള്ളതായിരിക്കും. പിന്നെ ഫിലമെൻറ്റസ് അല്ലെങ്കിൽ ആ ഒരു റിബൺ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഫോംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ദേ പോസസ് ക്ലോറോഫിൽ എ, സി, കരോട്ടിനോയിഡ്സ് ആൻഡ് സാന്തോഫിൽസ്. അതായത് ഇവിടെ ഈ ഒരു ഫിയോഫൈസി അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്ലോറോഫിൽ ഉണ്ട്? ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ സി ഉണ്ട്, പിന്നെ കരോട്ടിനോയിഡ്സും സാന്തോഫിൽസും. ഓക്കെ, ദെൻ ഫ്യൂക്കോക്സാന്തിൻ ഈസ് പ്രസന്റ് ഇൻ ലാർജ് എമൗണ്ട്. അതായത് ഒരു പിഗ്മെൻ്റ് ആണ്, അത് ലാർജ് എമൗണ്ടിൽ കാണപ്പെടുന്നത് ഏതിലാണ്? ഈ ഒരു ഫിയോഫൈസിയിലാണ് കാണപ്പെടുന്നത്. ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദി ഫോം ഓഫ് ലാമിനാരി ഓർ മാനിറ്റോൾ. അതായത് ഈ ഒരു ബ്രൗൺ ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ്. ഓക്കെ, ഏത് ഫോമിലാണ്? ലാമിനാരിൻ ഓർ
മാനിറ്റോൾ. അതായത് ഈ ഒരു ഫിയോഫൈസയിൽ ഫുഡ് സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുള്ളത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ്. ഏത് ഫോമിലാണ്? ലാമിനാരിൻ ഓർ മാനിറ്റോൾ എന്ന ഫോമിലാണ്. The vegetative cells with the cellulosic wall is covered on the outside by gelatinous coating of algin. ഓക്കെ, അതായത് ഒരു വെജിറ്റേറ്റീവ് സെൽസ് ഉണ്ടായിരിക്കും. ആ ഒരു വെജിറ്റേറ്റീവ് സെൽസ് എങ്ങനെയുള്ളതാണ്? സെല്ലുലോസിക് വാൾ ആയിരിക്കും അതിൻ്റെ വാൾ. അതായത് ഈ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ വാൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? സെല്ലുലോസിക് ആയിരിക്കും. പിന്നെ അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് കവർ ചെയ്തിട്ടുള്ളത്? ഒരു ജലാറ്റിനസ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. അതായത് ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചർ ഉള്ള ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. അതിനെ പറയുന്നതാണ് എന്ത്? ആൾജിൻ അല്ലേ? കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൾജിൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഫാർമസ്യൂട്ടിക്കൽ ആ ഒരു പർപ്പസിനൊക്കെ ഈ ആൾജിൻ യൂസ് ചെയ്യുന്നുണ്ട്. ദ പ്ലാന്റ് ബോഡി ഈസ് അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രാറ്റം ബൈ ഹോൾഡ് ഫാസ്റ്റ് ആൻഡ് ഹാസ് എ സ്റ്റോക്ക്. ദ സ്റ്റൈപ്പ് ആൻഡ് ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗാൻ ദ ഫ്രോണ്ട്. ഓക്കെ, അതായത് ഈ ഒരു പ്ലാന്റ് ഈ വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു ആൽഗയുടെ ബോഡി അറ്റാച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മറൈനിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതിനെ പറയുന്നതാണ് എന്ത്? ഹോൾഡ് ഫാസ്റ്റ്. ഓക്കെ, അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെ എന്ത് പറയുന്നു? ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നു. പിന്നെ ഒരു സ്റ്റാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോട്ടോസിന്തറ്റിക് ആയിട്ട് ഓർഗാൻ ഉണ്ടായിരിക്കും, ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ. അതിനെ പറയുന്നതാണ് എന്ത്? സ്റ്റൈപ്പ്. ഓക്കെ, പിന്നെ ഒരു വേറെ ഫ്രോണ്ട് എന്നൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഓർഗാൻ ഭാഗം ഉണ്ടായിരിക്കും. അതിനെ ഫ്രോണ്ട് എന്നാണ് പറയുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ ആ ഒരു ഭാഗം പ്ലാൻ ബോഡി സബ്സ്ട്രാറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഭാഗത്തിനെ പറയുന്നതാണ് ഹോൾഡ് ഫാസ്റ്റ്. പിന്നെ ഒരു സ്റ്റാക്ക് ലൈക്ക് സ്ട്രക്ചർ, അതിനെ സ്റ്റൈപ്പ് എന്നും, പിന്നെ ആ ഒരു ലീഫ് ലൈക്ക് ഫോട്ടോസിന്തറ്റിക് ഓർഗാൻ എന്നൊക്കെ പറയുന്ന ഭാഗത്തിന് ഫ്രോണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ റിപ്രൊഡക്ഷനിലേക്ക് വരികയാണെങ്കിൽ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. അസെക്ഷൽ റിപ്രൊഡക്ഷന് എന്ത് ചെയ്യുന്നുണ്ട്? ബൈ ഫ്ലജല്ലേറ്റ് സൂസ്പോർ. അതായത് 2 ഫ്ലജല്ല ഉള്ള സൂസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ സെക്ഷൽ റിപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ് ഓർ ഊഗ്യാമസ്. അപ്പോൾ 3 തരത്തിലുള്ള സെക്ഷൽ റിപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദ ഗാമേറ്റ്സ് ആർ പൈറിഫോം, അതായത് പിയർ ഷേപ്പഡ് ആൻഡ് ബിയർ ടു ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജല്ല. അതായത് ഇതിൻ്റെ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് ഒരു പിയർ ഷേപ്പ് ആയിട്ടായിരിക്കും. ഓക്കെ, ആ ഒരു പിയർ ഷേപ്പ് ആയിട്ടുള്ള ഗാമേറ്റ്സ് എന്ത് ചെയ്യും? അതിൻ്റെ 2 ഭാഗത്തും എന്തുണ്ട്? ഫ്ലജല്ല അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് ആണ് എക്ടോകാർപ്പസ്, ഡിക്ടോയാട്ട, ലാമിനാരിയ, സർഗാസം ആൻഡ് ഫ്യൂക്കസ്. ഓക്കെ, അപ്പോൾ ഫിയോഫൈസിയയുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എക്ടോകാർപ്പസ്, ഡിക്ടോയാട്ട, ലാമിനാരിയ, സർഗാസം ആൻഡ് ഫ്യൂക്കസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫിയോഫൈസിയയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ ക്ലാസ്സാണ് റോഡോഫൈസിയെ. ഓക്കെ, റെഡ് ആൽഗെ ഉൾപ്പെടുന്ന അത്തരത്തിലുള്ള ക്ലാസ്സാണ് ഇത് റോഡോഫൈസിയെ. എന്താണ് സാലിയൻറ്റ് ഫീച്ചേഴ്സ്? മെജോറിറ്റി ആർ മറൈൻ ആൻഡ് ഫൗണ്ട് ഇൻ വാമർ ഏരിയാസ്. അതായത് ഭൂരിഭാഗം എങ്ങനെയാണ്? മറൈനിലാണ്. ഓക്കെ, അതായത് കടലിലൊക്കെ കാണപ്പെടുന്നു. പിന്നെ വാമർ ഏരിയാസ്, ചൂടുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ആൽഗകളൊക്കെ കാണപ്പെടുന്നത്. അതായത് റോഡോഫൈസിയം. ദ റെഡ് താലെ ഓഫ് മോസ്റ്റ് ഓഫ് ദി റെഡ് ആൽഗെ ആർ മൾട്ടി സെല്ലുലാർ. അതായത് ഇത്തരത്തിൽ കാണപ്പെടുന്ന ഈ റെഡ് ആൽഗകളൊക്കെ എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്. പിന്നെ അവരുടെ ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ടിയുമാണ്. ദ ഡോമിനൻ്റ് റെഡ് പിഗ്മെൻറ്റ്സ് ആർ ഫൈക്കോ എറിത്രിൻ. അതായത് ആ ഒരു ഡോമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് കാണുന്ന റെഡ് പിഗ്മെൻറ്റിനെ പറയുന്നതാണ് എന്ത്? ആർ ഫൈക്കോ എറിത്രിൻ. ദ ഫുഡ് ഈസ് സ്റ്റോറഡ് ആസ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് സിമിലർ ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ ഇൻ സ്ട്രക്ചർ. അതായത് ഇവയുടെ ഫുഡ് സ്റ്റോറേജ് അതെങ്ങനെയാണ്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആയിട്ടാണ്. അതായത് അമൈലോപെക്റ്റിനും ഗ്ലൈക്കോജൻ
അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഗ്ലൈക്കോജൻ സ്ട്രക്ചറുമാണ്. ദ റെഡ് ആൽഗെ യൂഷ്വലി റിപ്രൊഡ്യൂസ് വെജിറ്റേറ്റീവ്ലി ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഇപ്പോൾ റെഡ് ആൽഗയുടെ ആ ഒരു വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. പിന്നെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ബൈ നോൺ മോട്ടൈൽ സ്പോർസ് ആൻഡ് സെക്ഷലി ബൈ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ്. ഓക്കെ, അതായത് അസെക്ഷലി ആയിട്ട് നോൺ മോട്ടൈൽ, അതായത് മൂവ് ചെയ്യാത്ത സ്പോറുകൾ വഴിയാണ്. പിന്നെ സെക്ഷലി എങ്ങനെയാണ്, അതുപോലെ തന്നെ നോൺ മോട്ടൈൽ ഗ്യാമേറ്റ്സ് വഴിയാണ്. സെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് oogametes ആൻഡ് അക്കമ്പനീഡ് ബൈ കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ എങ്ങനെയുള്ളതാണ്, oogametes വഴിയാണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രേസിലേറിയ ആൻഡ് ജെലീഡിയം. ഇനി നമ്മൾ ഇതിനൊരു കൺസോളിഡേറ്റ് ആയിട്ട്, അതായത് ചുരുക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്, 3 ക്ലാസ്സസ് അല്ലേ, ഈ ഒരു കോളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. 3 ക്ലാസ്സസ് എങ്ങനെയാണ്, ക്ലോറോഫൈസിയ, കോമൺ നെയിം എന്താണ്, ഗ്രീൻ ആൽഗെ അല്ലേ. അതിന് മേജർ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്, ക്ലോറോഫിൽ എ ആൻഡ് ബി. സ്റ്റോറഡ് ഫുഡ് സ്റ്റാർച്ചാണ് അല്ലേ. ഇപ്പോൾ ക്ലോറോഫൈസിയയുടെ സ്റ്റോറഡ് ഫുഡ് എന്ന് പറഞ്ഞത് സ്റ്റാർച്ചാണ്. സെൽവോൾ എങ്ങനെയുള്ളതാണ്, സെല്ലുലോസ് ആണ്. പിന്നെ ഫ്ലജല്ലാർ നമ്പർ ആൻഡ് പൊസിഷൻ ഓഫ് ഇൻസേർഷൻസ് എങ്ങനെയുള്ളതാണ്, ഫ്ലജല്ല, എത്ര ഫ്ലജല്ല ഉണ്ടാവും, 2 മുതൽ 8 വരെ ഫ്ലജല്ല ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവ എവിടെയാണ് വസിക്കുന്നത്, ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടർ. ഓക്കെ, ഫിയോഫൈസിയ കോമൺ നെയിം ബ്രൗൺ ആൽഗയാണ്. മേജർ പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ ആൻഡ് സി, ഫ്യൂക്കോ സാന്തിൻ. സ്റ്റോർഡ് ഫുഡ് മാനിറ്റോൾ, ലാമിനാരിയൻ, സെൽവോൾ, സെല്ലുലോസ് ആൻഡ് ആൾജിൻ. പിന്നെ ഫ്ലജല്ല എങ്ങനെയാണ്, 2 ഫ്ലജല്ലേ ഉള്ളൂ. പിന്നെ അൺഈക്വൽ ആൻഡ് ലാറ്ററൽ. ഓക്കെ, അപ്പോൾ ഫ്ലജല്ലിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അൺഈക്വൽ ആയിരിക്കും. പിന്നെ 2 സൈഡിൽ ആയിട്ടായിരിക്കും അതിൻ്റെ ഫ്ലജല്ലയുടെ പൊസിഷൻ. പിന്നെ ഹാബിറ്റാറ്റ് ഫ്രഷ് വാട്ടർ വളരെ റയർ ആയിട്ടാണ്, അതായത് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നത് വളരെ റയർ ആയിരിക്കും. പിന്നെ ബ്രാക്കിഷ് വാട്ടർ, സോൾട്ട് വാട്ടർ. റോഡോഫൈസിയ അതായത് റെഡ് ആൽഗെ. മേജർ പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ, ഡി, ഫൈക്കോ എറിത്രിൻ. പിന്നെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചാണ്. സെൽവോള്, സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്. പിന്നെ ഫ്ലജല്ല ഒക്കെ എന്താണ്, ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഫ്ലജല്ല ആബ്സെൻ്റ് ആയിട്ടുള്ള ആൽഗെ ഏതാണ്, റോഡോഫൈസിയ. പിന്നെ ഹാബിറ്റാറ്റ് ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, സാൾട്ട് വാട്ടർ. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് പ്ലാന്റ് കിങ്ഡത്തെ ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കാറ്റഗറി ആൽഗെ, പിന്നെ ആൽഗേൻ്റെ സാലിൻ ഫീച്ചേഴ്സ്, പിന്നെ അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, പിന്നെ ആൽഗയെ വീണ്ടും ഡിവൈഡ് ചെയ്തു, 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ അടുത്ത പാഠഭാഗവുമായിട്ട് വരാം. താങ്ക് യു.